ഇത് മിക്കൊരു ലാപ്ടോപ്പിനും വരാറുള്ളൊരു ഇഷ്യൂ ആണ്. കുറച്ച് കാലം നമ്മളിപ്പോൾ ഒരു മഴയത്ത് നമുക്ക് ലാപ്ടോപ്പ് കൊണ്ട് ബാഗിൽ പോകേണ്ട ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ മഴയെങ്ങാനും പെയ്ത് കഴിഞ്ഞാൽ ആ വെള്ളം അതിനുള്ളിൽ കയറി കഴിഞ്ഞാൽ ലാപ്ടോപ്പിൻ്റെ ഒരു ഇഷ്യൂ ആണ്. കീബോർഡ് നിരന്തരമായിട്ട് ഇങ്ങനെ വെറുതെ കിടന്നിട്ട് ഇങ്ങനെ ഒരു സിംഗിൾ ലെറ്റർ തന്നെ ഇങ്ങനെ ഇപ്പോൾ കൊണ്ടേയിരിക്കും. ജസ്റ്റ് നമ്മൾ ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പം ഞാൻ ജസ്റ്റ് ഒരു ഡെമോയ്ക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ പ്രസ് ചെയ്ത് കാണിക്കുന്നത്. പക്ഷേ ഈ ഒരു ഇഷ്യൂ നിങ്ങൾക്ക് മിക്കൊരു പേജ് ചെയ്തിട്ടുണ്ടാവും. അതായത് സെയിം കീ തന്നെ, അപ്പോൾ ഏത് കീ ആയിക്കോട്ടെ ഓട്ടോമാറ്റിക് ഇങ്ങനെ ജസ്റ്റ് നമ്മൾ ഏതെങ്കിലും ഒരു നോട്ട് ടേക്കിംഗ് ആപ്ലിക്കേഷൻ എടുത്ത് ഓട്ടോമാറ്റിക്കലി ചെയ്ത് കൊണ്ടേയിരിക്കുന്നുണ്ടാവും. സോ ഇത് മാറ്റാനായിട്ട് 2-3 മെത്തേഡ്സ് ഉണ്ട്. പക്ഷേ ഏറ്റവും ഫസ്റ്റ് നിങ്ങൾ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഇഷ്യൂ വന്ന ഉടനെ തന്നെ നിങ്ങളുടെ ലാപ്ടോപ്പ് നിങ്ങൾ പവർ ഓഫ് ചെയ്യണം. പവർ കോഡും എല്ലാം ഊരിടണം. ഒരു പവർ സപ്ലൈയും അതിന് വരാൻ പാടുള്ളതല്ല. എന്നിട്ട് ശേഷം ഈ ഒരു സംഭവമുണ്ട്, സിലിക്ക ജെല്ലാണത്. സോ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വെള്ളം ഓട്ടോമാറ്റിക്കലി അബ്സോർബ് ചെയ്യാനായിട്ടുള്ള ഒരു മെക്കാനിസമാണ്. സയൻറ്റിഫിക്കലി പ്രൂവൺ മെത്തേഡാണ്. ഇത് നിങ്ങൾ ജസ്റ്റ് വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിൽ നിന്നൊരു 5-6 ചെറിയ പാക്കറ്റ് എടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ടോ അല്ലെങ്കിൽ പറ്റുവാണെങ്കിൽ ലാപ്ടോപ്പ് തുറന്നിട്ട് അതിനകത്ത് പ്ലേസ് ചെയ്തിട്ട് അടച്ച് വെച്ചിട്ട് ഈ ലാപ്ടോപ്പ് അങ്ങനെ തന്നെ ഒരു വലിയൊരു കിറ്റിലേക്കോ അല്ലെങ്കിൽ ഒരു കവറിലേക്കോ ഇൻസെർട്ട് ചെയ്തതിന് ശേഷം ആ കവർ പ്രോപ്പർലി സീൽ ചെയ്യുക, എയർ ടൈറ്റ് ആക്കി വയ്ക്കുക. അതായത് മേ ബി 2 മാസം തിരിച്ചിട്ട് ഒരു റബ്ബർ ബാൻഡ് ഇട്ട് നല്ലവണ്ണം 2-3 റബ്ബർ ബാൻഡ് ഇട്ട് നല്ലവണ്ണം ടൈറ്റ് ചെയ്താലും മതി. അങ്ങനെ ഒരു 24 മണിക്കൂർ നേരം വയ്ക്കണം. ശേഷം ലാപ്ടോപ്പ് യൂസ് ചെയ്യുമ്പോൾ ആ ഒരു ഇഷ്യൂ മാറുന്നതായിരിക്കും മോസ്റ്റ്ലി. എനിക്ക് ആ സെയിം ഇഷ്യൂ ഉണ്ടായിരുന്നു. സോ അത് ഇങ്ങനെയാണ് എനിക്ക് സോൾവ് ആയി കിട്ടിയത്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. നിങ്ങൾക്കിത് ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഇങ്ങനത്തെ എന്തെങ്കിലും ഇഷ്യൂ വന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്കും യൂസ് ചെയ്തായിക്കോട്ടെ. താങ്ക്സ് ഫോർ വാച്ചിങ്. Catch you guys in the next one.